നമസ്കാരം. പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന ഇ-മിത്ര സേവാ കേന്ദ്രയുടെ മൊബൈൽ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പ്ലേ സ്റ്റോറിൽ ഇ-മിത്ര സേവാ കേന്ദ്ര എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇ-മിത്ര സേവാ കേന്ദ്രയുടെ മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. ഈ മൊബൈൽ ആപ്പിൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ സർവീസ് നെയിം സെർച്ച് ചെയ്യുമ്പോൾ ആ സർവീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഇൻകം എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന ഒരു സർവീസ് വന്നു. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് ഈ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ വേണ്ടത്, അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെർച്ച് സർവീസ് വഴി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട സർവീസ് കണ്ടെത്താൻ സാധിക്കും. സെർച്ച് സർവീസിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന ഇമേജുകൾ, അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പുതിയ വിവരങ്ങളാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന ഓൺലൈൻ സർവീസുകൾ, തൊഴിൽപരമായ, അതല്ലെങ്കിൽ പ്രവാസികൾക്ക് വരുന്ന ആനുകൂല്യങ്ങൾ, പെൻഷൻ ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ സർവീസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ സ്ക്രോൾ കഴിഞ്ഞുള്ള ഭാഗം ഏറ്റവും താഴെ വരെ ഇ-മിത്ര സേവാ കേന്ദ്രയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന എല്ലാ സർവീസുകളുടെയും ഹെഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഓരോ സർവീസ് ഹെഡിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അണ്ടറിൽ വരുന്ന മറ്റ് സർവീസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് വില്ലേജ് സർവീസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വില്ലേജ് പരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്ന ഇ-മിത്ര ഹബ്ബ് എന്ന പച്ച കളറിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇ-മിത്ര സേവാ കേന്ദ്രയുടെ ഡീറ്റെയിൽ കണ്ടെത്താവുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പിൻകോഡ് വെച്ചോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ വെച്ചോ സെർച്ച് ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇ-മിത്ര സേവാ കേന്ദ്രയുടെ വിവരങ്ങൾ ലഭ്യമാക്കാം. അതല്ലെങ്കിൽ താഴെ നിങ്ങളുടെ ജില്ലയും പഞ്ചായത്തും സെലക്ട് ചെയ്ത് നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഇ-മിത്ര സേവാ കേന്ദ്ര എവിടെയെന്നും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വ്യൂ ഫ്രാഞ്ചൈസി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. സ്ഥാപനത്തിൻ്റെ പേര്, പ്ലേസ്, അഡ്രസ്, ഫോൺ നമ്പർ, കൂടാതെ സർവീസസ് എന്ന ഭാഗത്ത് അവിടെ ലഭ്യമാകുന്ന സർവീസുകളുടെ വിവരങ്ങൾ കാണാവുന്നതാണ്. അതിന് താഴെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇ-മിത്ര സേവാ കേന്ദ്രയുടെ നിങ്ങളുടെ അടുത്തുള്ള ഇ-മിത്ര സേവാ കേന്ദ്രയിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി കോൾ ബട്ടൺ കാണാവുന്നതാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ നൗ എന്ന ഓപ്ഷൻ കാണാം. കോൾ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയലിലേക്ക് ഡയറക്റ്റായിട്ട് അത് നമ്പർ പോകുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് ഇ-മിത്ര സേവാ കേന്ദ്രം നടത്തുന്ന ഓണറുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ഗൂഗിൾ മാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഇ-മിത്ര സേവാ കേന്ദ്രയിലേക്കുള്ള റൂട്ട് മാപ്പ് ലഭ്യമാകുന്നതാണ്. ഗൂഗിൾ മാപ്പ് വഴിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ മാപ്പ് ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകുന്നതാണ്. ഈ സംവിധാനങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇ-മിത്ര സേവാ കേന്ദ്ര എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നതിലുപരി സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസിനെ കുറിച്ച് അറിയാനും ആ സർവീസിനെ കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മുടെ ഇ-മിത്ര സേവാ കേന്ദ്ര എൻ്റർപ്രനറുമായി സംസാരിക്കാനും അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓരോ ഉപഭോക്താവിൻ്റെയും വിലപ്പെട്ട സമയം വെറുതെ കളയുന്നതിന് പകരം അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകാൻ അവർക്ക് എത്രയും പെട്ടെന്ന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇ-മിത്ര സേവാ കേന്ദ്ര ഈ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഇ-മിത്ര സേവാ കേന്ദ്രയിൽ വരുന്ന പുതിയ സർവീസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭ്യമാവുകയും ചെയ്യും. ഇതുവഴി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒരു തൊഴിലിന് അപേക്ഷിക്കേണ്ട ഓൺലൈൻ സംവിധാനം
എന്ന് തുടങ്ങും അല്ലെങ്കിൽ എന്ന് അവസാനിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകുന്നതാണ്. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർവീസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ മിത്ര സേവാ കേന്ദ്ര ആപ്പിലൂടെ കാണാവുന്നതാണ്. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു മൊബൈൽ ആപ്പ് കേരളത്തിൽ ഈ മിത്ര സേവാ കേന്ദ്ര മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ മൊബൈൽ ആപ്പ് ഏറ്റെടുക്കുമെന്നുള്ളതും ഈ മൊബൈൽ ആപ്പ് ഒരു വലിയ വിജയം ആകുമെന്നതും വളരെ പ്രതീക്ഷയോടെയാണ് കമ്പനി നോക്കിക്കാണുന്നത്. ഈ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.